പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമിതമായ ക്ഷീണം ഇന്നൊരു വലിയ ആരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ധാരാളം ആളുകൾക്ക് ഇന്ന് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ അടുക്കൽ തന്നെ ദിവസവും 2-3 പേരെങ്കിലും അമിതമായ ക്ഷീണം മൂലം വരുന്നുണ്ട്. അപ്പം ഈ ക്ഷീണം തോന്നുക, അല്ലെ ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ലാതെ വരിക, അല്ലെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുക, നേരത്തെ ചെയ്തിരുന്ന പോലെ ജോലികൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരിക, മന്ദത അനുഭവപ്പെടുക തുടങ്ങിയ പല പ്രശ്നങ്ങളാണ് പലർക്കും ഉണ്ടാകുന്നത്. ഈ കോവിഡ് വന്നു പോയതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാർക്കും ഇങ്ങനെ ക്ഷീണം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഈ ക്ഷീണം വരുവാൻ പല കാരണങ്ങളുണ്ടെങ്കിലും നമുക്ക് ചില വിറ്റമിൻസിൻ്റെ കുറവ് കൊണ്ട് പലർക്കും ക്ഷീണം വരുന്നുണ്ട്. അതെന്താണ്, ഏതെല്ലാം വിറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടാണ് നമുക്ക് അമിതമായ ക്ഷീണം ഉണ്ടാകുന്നത്, അത് പരിഹരിക്കുവാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ അമിതമായ ക്ഷീണം വരുന്നതിന് പല കാരണങ്ങളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതിൽ 1-2 കാര്യങ്ങൾ നമുക്ക് അല്പം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഒന്ന്, നമുക്ക് ഉറക്കമില്ലായ്മ വരുന്നുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് നമ്മുടെ ആൾക്കാർക്ക് ശരീരത്തിന് ആവശ്യമായ ഉറക്കം ലഭിക്കുന്നില്ല. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 7 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറക്കം എല്ലാവർക്കും ലഭിക്കണം. പക്ഷേ പലർക്കും അത് ലഭിക്കുന്നില്ല. അപ്പോൾ ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ക്ഷീണം അനുഭവപ്പെടും എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ അത് അനുഭവിച്ചിട്ടുള്ളവരുമാണ്. രണ്ടാമതായിട്ട് നമുക്ക് വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ആഹാരം കഴിക്കാതെ വരിക. വിശപ്പില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും വിശപ്പ് നമുക്ക് കുറയാം. അപ്പോൾ ഇങ്ങനെ വിശപ്പില്ലായ്മ കൊണ്ടും നമുക്ക് ആവശ്യത്തിന് ആഹാരം നമ്മുടെ ശരീരത്തിൽ ചെല്ലാതെ വരുന്നു, ആവശ്യത്തിന് പോഷകങ്ങൾ ചെല്ലാതെ വരുന്നു. അപ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാകുന്നു. ഇനിയും മറ്റു പല രോഗാവസ്ഥകളുടെയും സാന്നിധ്യം കൊണ്ട് നമുക്ക് ചിലപ്പോൾ കൂടുതൽ ക്ഷീണമുണ്ടാകാം. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോവിഡ് വന്നവർക്ക് ക്ഷീണം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. മറ്റു പല രോഗങ്ങളും, ഉദാഹരണമായിട്ട് ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്ക് ക്ഷീണം വരുന്നു. അതുപോലെ തന്നെ ലിവറിന് എന്തെങ്കിലും കാര്യമായ അസുഖമുള്ളവർ, അവർക്ക് സിറോസിസ് ലിവർ ഫെയിലിയർ, അവർക്ക് ക്ഷീണം വരുന്നു. ഇനിയും കരളിന് വളരെ നിസ്സാരമായ ഫാറ്റി ലിവർ ഉണ്ടായാൽ പോലും ചിലർക്ക് ക്ഷീണം വരുന്നുണ്ട്. അമിതമായ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ചിലപ്പോൾ ക്ഷീണം വരും. പ്രമേഹമുള്ളവർക്ക് ക്ഷീണം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ മറ്റെന്തെങ്കിലും രോഗങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം. ഇത് കൂടാതെയാണ് നമുക്ക് പോഷകങ്ങളുടെ കുറവ് മൂലം നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നത്. നിങ്ങളെല്ലാവരും അനീമിയയെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം. അത് അയണിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. അതായത് രക്തക്കുറവ് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് അമിതമായ ക്ഷീണം വരും. ഇതുകൂടാതെ ചില വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടും നമുക്ക് അമിതമായ ക്ഷീണം ഉണ്ടാകാം. പ്രധാനമായിട്ടും 3-4 വൈറ്റമിൻസാണ് ഈ ക്ഷീണം ഉണ്ടാക്കുന്നത്. അതിലേറ്റവും പ്രധാനം നമുക്ക് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റമിൻസാണ്. നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു, നമുക്ക് മറ്റു രോഗങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിക്കുന്നു, മുറിവുണ്ടായാൽ അത് കരിയുന്നു. അങ്ങനെ വൈറ്റമിൻ സിക്ക് ധാരാളം ധർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ വൈറ്റമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരാം. അപ്പോൾ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണമായിട്ട് നമുക്ക് ഓറഞ്ച്, അതുപോലെ തന്നെ നെല്ലിക്ക, അതുപോലെ തന്നെ സിട്രസ് വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ ഫ്രൂട്ട്സിനകത്തും വൈറ്റമിൻ സി ധാരാളമുണ്ട്. മറ്റെല്ലാ ഫ്രൂട്ട്സിനകത്തും വൈറ്റമിൻ സി കുറേശ്ശെങ്കിലും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുക. പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവാണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് ഒരു ആഗോള ആരോഗ്യ പ്രശ്നമായി ഇന്ന് മാറിയിരിക്കുകയാണ്. ഏതാണ്ട് 90% ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഇന്ന് കുറവാണ്. അത് രക്തം പരിശോധിക്കുമ്പോൾ അറിയാം നമുക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടോ എന്നുള്ളത്. അപ്പോൾ അമിതമായ ക്ഷീണമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രക്തം പരിശോധിക്കുമ്പോൾ വൈറ്റമിൻ ഡി കൂടി പരിശോധിച്ച് വൈറ്റമിൻ ഡിയുടെ ലെവല് നമ്മൾ നോക്കിയിരിക്കണം. വൈറ്റമിൻ ഡിയെ പറ്റി ധാരാളം വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. എൻ്റെ ചാനലിൽ തന്നെ ഒരു 3-4 വീഡിയോ വൈറ്റമിൻ ഡിയെ പറ്റിയുണ്ട്. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ നമ്മുടെ ശരീരത്തിൽ ലഭ്യമാക്കാം എന്നതിനെപ്പറ്റി വളരെ നല്ല രീതിയിൽ അതിനകത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ വൈറ്റമിൻ ഡിക്ക് നമ്മുടെ ശരീരത്തിൽ ധാരാളം ധർമ്മങ്ങളുണ്ട്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് പലപ്പോഴും ക്ഷീണമുണ്ടാകാം. വൈറ്റമിൻ ഡി നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും ലഭിക്കേണ്ടത്. അതുകൂടാതെ ചില ഭക്ഷണ സാധനങ്ങളിലും വൈറ്റമിൻ ഡി ഉണ്ട്. അതായത് നമ്മൾ മുട്ട, പാല്, അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പലതിലും വൈറ്റമിൻ ഡി ഉണ്ട്, കൂണിനകത്തുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നേരത്തെ ഉള്ള വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി ധാരാളമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിന് സപ്ലിമെൻറ്റ് തന്നെ കഴിക്കണം. എങ്കിലേ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ ലെവലിനെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വൈറ്റമിൻ ഉണ്ട്, അതായത് വൈറ്റമിൻ ബി കോംപ്ലക്സ്. അത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. വൈറ്റമിൻ ബി കോംപ്ലക്സ് അതിനകത്ത് 8 വൈറ്റമിൻസ് ഉണ്ട്. ഫോളിക് ആസിഡ്, അതുപോലെ തന്നെ നിയാസിൻ,
റൈബോഫ്ലാവിൻ തുടങ്ങിയ പല വൈറ്റമിൻസും അതിനകത്തുണ്ട്. ഇങ്ങനെയുള്ള വൈറ്റമിൻ കൂടാതെ അതിനകത്ത് വൈറ്റമിൻ B12 എന്നൊരു പ്രധാന വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ B12 അല്ലാതെ ബാക്കിയുള്ള വൈറ്റമിൻസൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഡാർക്ക് ഗ്രീൻ വെജിറ്റബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിഷിനകത്തുണ്ട്, ബാക്കിയുള്ള മറ്റ് വെജിറ്റബിൾസിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻ B12 പറ്റി നമ്മൾ അല്പം വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വൈറ്റമിൻ B12 നമുക്ക് ആനിമൽ പ്രൊഡക്ട്സിൽ മാത്രമേ ഉള്ളൂ. അതായത് മീറ്റിനകത്തുണ്ട്, ഫിഷിനകത്ത്, മറ്റ് മിൽക്കിനകത്ത്, ആനിമൽസിൽ നിന്ന് ലഭിക്കുന്ന ആഹാര സാധനങ്ങളിൽ മാത്രമേ ഉള്ളൂ. വൈറ്റമിൻ B12 സസ്യങ്ങൾക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ഒരു വൈറ്റമിനാണ്. അതുകൊണ്ട് തന്നെ സസ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ വൈറ്റമിൻ B12 ഇല്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് ഈ വൈറ്റമിൻ B12 കുറവുണ്ടാകുവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ വൈറ്റമിൻ B12 നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ടും ലഭ്യമാണ്. അപ്പോൾ വൈറ്റമിൻ B12 അതുപോലെ തന്നെ മറ്റ് B കോംപ്ലക്സ് വൈറ്റമിനും നമുക്ക് ശരീരത്തിന് ലഭ്യമായാൽ മാത്രമേ നമുക്ക് ക്ഷീണമുള്ളവർക്ക് ആ ക്ഷീണത്തിൽ നിന്ന് മാറ്റാൻ പറ്റുകയുള്ളൂ. വൈറ്റമിൻ B കോംപ്ലക്സും അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ഉൾപ്പെട്ട സപ്ലിമെൻറ്റ്സ് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ക്ഷീണമുള്ളവർ ഈ വൈറ്റമിൻ B കോംപ്ലക്സും വൈറ്റമിൻ സിയും കൂടെ അടങ്ങിയ വിറ്റമിൻ ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ ക്ഷീണം മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമിതമായ ക്ഷീണം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം വൈറ്റമിൻസിൻ്റെ കുറവുകൊണ്ടാണ് നമുക്ക് ക്ഷീണം വരുന്നത്, അതെങ്ങനെ നമുക്ക് മേക്കപ്പ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.